എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹോം ബൈബിൾ സ്കൂളിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ പാട്ടുകളും കഥകളും വചനവും ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ രണ്ടാമത്തെ ദിവസത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയാണ്. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദേശത്തിലെ പല കുഞ്ഞുങ്ങളും ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതിൽ എന്റെ അതിയായ സന്തോഷം ഞാൻ എല്ലാവരോടും അറിയിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ഞാൻ പറയുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ സത്യവേദ പുസ്തകം വിശുദ്ധ ബൈബിൾ ഉണ്ടാകണം. മറ്റൊന്ന് 2019 നമ്മുടെ മഹായിടവക പുറത്തിറക്കിയ VBS ഗാനങ്ങൾ അടങ്ങിയ ബുക്ക് നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടാകണം. അത് നോക്കി നമുക്ക് പാട്ടുകൾ പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും വളരെ ശാന്തമായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ. എല്ലാവർക്കും എഴുന്നേറ്റ് കണ്ണടച്ച് കൈകൂപ്പി നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഈ രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ ഹോം ബൈബിൾ സ്കൂളിന്റെ ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഹോം ബൈബിൾ സ്കൂൾ എന്ന വചന പഠനത്തിന്റെ രണ്ടാമത്തെ ദിവസം കർത്താവെ, ഞങ്ങൾക്ക് പൈതങ്ങളുമായി ഭവനങ്ങളിലായിരിക്കാനും അവിടുത്തെ വചനം ധ്യാനിപ്പാനും പഠിക്കുവാനും പാട്ടുകൾ പഠിക്കുവാനും ഒക്കെ നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും പകരുകയും അവരുടെ ജീവിതത്തിൽ ഈ ക്ലാസ്സുകളിലൂടെ യേശു കർത്താവിന്റെ സ്നേഹം അറിയുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവിധ പ്രോഗ്രാമുകളിലൂടെ അവിടുത്തെ ആത്മാവിന്റെ ശബ്ദം എല്ലാ കുടുംബങ്ങളിലും എല്ലാ കുഞ്ഞുങ്ങളും കേൾക്കുവാൻ സഹായിക്കണമേ. ഇത് വീക്ഷിക്കുന്ന ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും പകരണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഹായ്, എന്താ കൂട്ടുകാരെ, സന്തോഷമാണോ? ഈ ദിവസം നമുക്ക് ആദ്യമായിട്ട് മനോഹരമായ ഒരു ആക്ഷൻ സോങ് പഠിക്കാം. 2019 VBS സോങ്ങുകളിൽ എടുത്തിട്ടുള്ള കുയിലേ കുയിലേ എന്ന് തുടങ്ങുന്ന ആക്ഷൻ സോങ് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ആക്ഷൻ സോങ് നമുക്ക് ഒരുമിച്ച് കളിച്ച് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ആക്ഷൻ സോങ്ങിൽ പങ്കുചേരാം. നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ട് ഈ ആക്ഷൻ സോങ് കളിച്ചു. ഒരിക്കൽ കൂടെ നമുക്ക് ഈ ആക്ഷൻ സോങ് ഒരുമിച്ച് കളിക്കാം. ഗെറ്റ് റെഡി, സ്റ്റാർട്ട്. കുയിലേ കുയിലേ
ഇന്ന് നമ്മുടെ ഹോം ബൈബിൾ സ്കൂളിൽ വളരെ എനർജറ്റിക് ആയ ഒരു ആക്ഷൻ സോങ്ങുമായിട്ട് എത്തുന്ന ഫെബിൻ മൈക്കിൾ ജോൺ. നമ്മുടെ കരങ്ങളടിച്ച് ഫെബിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ സ്നേഹമുള്ള പൈതൽ എന്നതാണ് ഒന്നാമത്തെ ദിവസത്തെ ചിന്താവിഷയം. ഞാൻ ദൈവത്തിന്റെ പൈതലായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 9 ഗുണങ്ങൾ ഉണ്ടാകണം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളാണ് നമ്മൾ ഓരോ ദിവസത്തെയും ചിന്താവിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തത് ഞാൻ സ്നേഹമുള്ള പൈതൽ, ഐ ആം എ ലവിംഗ് ചൈൽഡ്. ഐ ആം എ ലവിംഗ് ചൈൽഡ് എന്ന ഒരു ചിന്താവിഷയമാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചിന്താവിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് റിനിജ ജെ സാമാണ്. വളരെ സന്തോഷത്തോടുകൂടെ റിനിജയെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കൂട്ടുകാരെല്ലാവരും ജാഗ്രതയോടും സന്തോഷത്തോടും ഒക്കെ ഭവനങ്ങളിൽ തന്നെയാണല്ലോ അല്ലേ? ഇന്നത്തെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. COVID-19 എന്ന രോഗത്തെ തുടർന്ന് നാം എല്ലാവരും ഭവനങ്ങളിൽ സുരക്ഷിതയോടെ പ്രാർത്ഥനയോടൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ആരും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. നാം ഭവനങ്ങൾ എപ്രകാരമായിരിക്കുന്നു, അതായത് വളരെ വൃത്തിയോടും ശുചിത്വത്തോടും എല്ലാ കാര്യങ്ങളും പറയുന്ന അനുസരിച്ച് ഭവനങ്ങളിൽ തന്നെ ആയിരിക്കണം. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ നമുക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും. ഒരുപാട് പേര് അതിനെ അതിജീവിച്ചതായിട്ട് നാം ഇന്ന് അറിയുന്നല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ തന്നെ ആയിരിക്കാം. അതൊക്കെ ഇരിക്കട്ടെ. കൂട്ടുകാരെല്ലാവരും വചനം പഠിക്കുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? അതോ കളിക്കുകയും കാർട്ടൂൺ കാണുകയും ഒക്കെ മാത്രമാണോ? നമുക്ക് ഇതിനിടയിൽ അല്പം ദൈവിക കാര്യങ്ങളും കൂടെ ആവാം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഹോം ബൈബിൾ സ്കൂൾ എന്നൊരു ചിന്ത ഇതിൽ രൂപം കൊള്ളുകയും അതിന്റെ 2ാമത്തെ ദിവസത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. എന്താണ് അതിന്റെ ചിന്ത വിഷയം എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഞാൻ ദൈവത്തിന്റെ പൈതൽ, ഐ ആം ഗോഡ്സ് ചൈൽഡ്. ഞാൻ ദൈവത്തിന്റെ പൈതൽ എന്ന ചിന്ത വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഈ 10 ദിവസത്തിലായിരിക്കുന്നത്. അതിന്റെ 2ാമത്തെ ദിവസത്തിലാണല്ലോ നാം ഇന്നായിരിക്കുന്നത്. ശരി, എല്ലാവരും വേദപുസ്തകം എടുത്തേ. നമുക്ക് അല്പമായ വചനം പഠിക്കാം.
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു കുഞ്ഞു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുത്തില്ലേ? ആ വേദഭാഗം ഒന്ന് ഓടിച്ചു നോക്കി. അതിൽ നാം ഒരാളെ കാണുന്നു. എല്ലാവർക്കും നല്ല സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അയാൾക്കൊരു കുഞ്ഞു പ്രത്യേകതയും ഉണ്ട്. എല്ലാവരും കണ്ടെത്തിയ ആളെ? അതെ, കുള്ളനായ സക്കായിയാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകൻ. നമ്മുടെ ഇന്നത്തെ പാഠഭാഗത്തെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ കുള്ളനായ സക്കായിയാണ്. ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഈ സക്കായി സ്നേഹമുള്ളവനാണോ അതോ സ്നേഹമില്ലാത്തവനാണോ? ദേഷ്യക്കാരനാണോ അത് പാപിയാണോ നല്ലവനാണോ? കൂട്ടുകാർക്ക് അറിയാമോ സക്കായിയെ കുറിച്ച്? നാം ഇന്ന് പഠിക്കാൻ പോകുന്ന സക്കായി എന്ന് പറയുന്ന വ്യക്തി നല്ല സ്നേഹമുള്ള വ്യക്തിയല്ല, ഒരു കർക്കശക്കാരനാണ്, ഒരു ചുങ്കക്കാരനാണ്. ബൈബിളിൽ പാപി എന്നും കൂടെ പറയുന്നു. ചുങ്കക്കാരനും പാപിയുമായ ഒരു വ്യക്തിയാണ് ഈ സക്കായി. സക്കായിക്ക് ആരോടും തന്നെ സ്നേഹമില്ല. സക്കായി ചുങ്കം പിരിക്കുന്നു, വളരെ ദാർഷ്ട്യത്തോടെ പെരുമാറുന്നു. ആളുകൾക്കും സക്കായിയെ തീരെ ഇഷ്ടമില്ല. ആ സക്കായിയാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത്. ശരി, ഈ ദുഷ്ടനാണ് സ്നേഹമില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞാലും സക്കായിക്ക് യേശുവിനെ കാണാൻ ഒരു കുഞ്ഞാഗ്രഹം തോന്നി. കുഞ്ഞല്ല, ഒരു ഇത്തിരി വലിയൊരു ആഗ്രഹം തന്നെ തോന്നി. പക്ഷേ ഒരു കുഴപ്പം, സക്കായി തീരെ കുറിയവനാണ്, തീരെ തന്നെ ഉയരമില്ല. സക്കായി ആലോചിച്ചു, ഇത്രയും ജനക്കൂട്ടം, ഇത്രയും ആളുകൾ വരുന്നു, അതിനിടയിൽ ഞാൻ എങ്ങനെ യേശുവിനെ കാണും? സക്കായി ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതാ നിൽക്കുന്നു നല്ല ഉയരമുള്ള ഒരു കാട്ടത്തി. അതിൽ വലിഞ്ഞു കയറാൻ തന്നെ സക്കായി തീരുമാനിച്ചു. കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി അതിന്റെ ഏറ്റവും ഉയരത്തിച്ചിലെ ഇലകളുടെ മറഞ്ഞിരുന്നു സക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ ആളും ആരവം കേൾക്കുന്നു, യേശുക്രിസ്തു ഇതാ കടന്നു വരികയാണ്. സക്കായി സന്തോഷമേ, അതെ അതെ, എനിക്ക് നന്നായി യേശുവിനെ കാണാമല്ലോ, പക്ഷെ യേശുവിനെ എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സക്കായി ഇങ്ങനെ ഇരിക്കുന്നു. യേശുക്രിസ്തു ഇങ്ങനെ നടന്ന് നടന്ന് ആ മരത്തിന് ചുവട്ടിലെത്തുമ്പോൾ അവിടെ നിന്നു. സക്കായി അതിശയിച്ചു, ഇത് എങ്ങനെയാണ് യേശുപ്പച്ചൻ ഇവിടെ നിൽക്കുന്നത്? ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നിൽക്കവേ യേശു മരത്തിന്റെ ഉയരത്തോട് നോക്കി സക്കായിയെ നോക്കി വിളിച്ചു പറയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാനായി പോകുന്നു. സക്കായി അതിശയിച്ചു പോയി. ഇത്രയും പാപിയായ ഞാൻ, അതുപോലെ തന്നെ ഇവിടെ ഒളിച്ചിരുന്ന എന്നെ എങ്ങനെ യേശു കണ്ടെത്തി? ശരി, സക്കായി വേഗം ഇറങ്ങിയെന്ന് യേശുവിനെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ യേശു ഒന്നും പറഞ്ഞില്ല. സ്വയം പശ്ചാത്തപിച്ച് സക്കായി എന്ത് ചെയ്തു? ഞാൻ അനീതിയായി അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു വാങ്ങിച്ച് എല്ലാം ഞാൻ 10 മടങ്ങായി എല്ലാവർക്കും മടങ്ങി നൽകാമെന്ന് സക്കായി എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു. സ്നേഹമില്ലാത്തവനായിരുന്നു സക്കായി, പാപിയായിരുന്നു സക്കായി. പക്ഷേ അവിടെ യേശുവെ കണ്ടെത്തിയതോടെ സക്കായി സ്നേഹമുള്ളവനായി തീർന്നു. അപ്പോൾ നാം ഇന്ന് പഠിക്കുന്ന പാഠം ഇതാണ്, ഞാൻ സ്നേഹമുള്ള പൈതൽ. യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതോടെ ഈ സക്കായി സ്നേഹമുള്ള ഒരു പൈതലായി മാറി. അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തു കടന്നു വന്നാൽ എങ്ങനെ ഉണ്ടാവും? നാം സ്നേഹമുള്ള മക്കളെ തീരില്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പാഠം എന്നത് ഞാൻ സ്നേഹമുള്ള പൈതൽ എന്നതാണ്. ശരി, ഇതിനോട് നമുക്ക് ഒരു കുഞ്ഞു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിടത്ത് ഒരു മലഞ്ചേരിയിൽ ഒരു അമ്മയാണ് ഒരു കുട്ടിയാണ് താമസിച്ചിരുന്നത്. ആ അമ്മയ്ക്ക് ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്നതാണ് അമ്മയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ അമ്മ എവിടെ പോവോ അവിടെ കുഞ്ഞാടിനെയും കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് മാറ്റി നിർത്തില്ല, കൂടെ കൊണ്ടുപോകും, കൂടെ തിരിച്ചുകൊണ്ട് അത്ര സുരക്ഷിതമായി അത്ര സ്നേഹത്തോടെയാണ് ആ കുഞ്ഞിനെ ആ അമ്മയാണ് വളർത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു നദീതീരത്ത് ചെന്നു. അവിടുത്തെ പച്ച പുല്ല് നിറച്ചു കഴിച്ചു, നല്ല വെള്ളം കുടിച്ചു. വളരെ സന്തോഷത്തോടെ അമ്മയും കുഞ്ഞും തിരികെ വന്നു. ഇത് സ്ഥിരം എന്നും ഇങ്ങോട്ട് പോകുന്നത് പതിവായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ അമ്മയാണ് വല്ലാത്തൊരു ക്ഷീണം. അമ്മ പറയാണ്, മോനെ ഇന്ന് അമ്മയ്ക്ക് ഒരിടത്തും പോകാൻ വയ്യ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് മോനെ ഇന്ന് ഇവിടുത്തെ ഭക്ഷണം ഒന്ന് കഴിച്ചിരിക്കും, നമുക്ക് നാളെ നദീതീരത്ത് പോയി അവിടെ നിന്ന് പുല്ലും വെള്ളവും ഒക്കെ വേണ്ടോളം അമ്മ എടുത്തു തരാം, മോൻ വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ കുഞ്ഞാടിനെ അവിടെ നിർത്തുമ്പോൾ കുഞ്ഞാട് വാശി പിടിക്കണം, എനിക്ക് പോയേ പറ്റൂ അമ്മേ, എനിക്ക് ആ വെള്ളം കുടിക്കണം, എനിക്ക് പച്ച പുല്ല് കഴിക്കണം എന്നൊക്കെ വാശി കാണിക്കുന്നുണ്ട്. പക്ഷെ അമ്മ പറയുന്നുണ്ട്, വേണ്ട മോനെ, സ്നേഹത്തോടെ അമ്മ അതിനെല്ലാം നിരസിക്കുന്നു. അങ്ങനെ അമ്മയുടെ വാശിക്ക് അമ്മ പറയുന്ന അനുസരിച്ച് ആ കുഞ്ഞാട് അല്പനേരം അടങ്ങിയിരുന്നു. ആ സമയത്ത് ആ ക്ഷീണത്താൽ അമ്മ ഒരല്പം മയങ്ങിയ നേരം നോക്കി കുസൃതിക്കാരനായ കുഞ്ഞാട് എന്ത് ചെയ്യുന്ന അറിയാമോ കൂട്ടുകാരെ? ഓടി 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 ഈ നദീതീരത്തേക്ക് പോയി. ആരുമില്ല, ഒറ്റയ്ക്കാണ്, വളരെ കുഞ്ഞാണ്. ചെന്നു ആവോളം വെള്ളം കുടിച്ചു, ആവോളം ഭക്ഷണം കഴിച്ചു, ആവോളം പുല്ല് കഴിച്ചു, എല്ലാം കഴിച്ചു, വൈകുവോളം കളിച്ചു, ആവോളം കളിച്ചു. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ദുഷ്ടനായ ചെന്നായ ആ മരവിൽ നിൽപ്പുണ്ടായിരുന്നു.
പക്ഷെ ഇത് കുഞ്ഞാട് അറിഞ്ഞില്ല. അമ്മയില്ലാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ തന്റെ ഭക്ഷണമാക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു ആ ചെന്നായ. നേരം വൈകി. പക്ഷേ നേരം ഇരുണ്ടപ്പോഴാണ് കുഞ്ഞാടിന് ഓർമ്മ വന്നത്. അയ്യോ, ഞാൻ വീട്ടിലോട്ട് എങ്ങനെ പോകും? എനിക്ക് വഴി വലിയ നിശ്ചയമില്ലല്ലോ, ഇത്രയും ഇരുട്ടായല്ലോ. അവൻ ഉറക്കെ അമ്മയെ അമ്മയെ എന്ന് വിളിച്ച് കരയാനായിട്ട് തുടങ്ങി. ആ നിമിഷം തന്നെ ആ ചെന്നായ ആ കുഞ്ഞാടിന്മേൽ ചാടി വീണു. പക്ഷേ അവിടെ അമ്മയാട് തക്ക സമയത്ത് എത്തി ആ കുഞ്ഞാടിനെ രക്ഷപ്പെടുത്തി. അതോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോയി. അനുസരിക്കാത്തതിന് ശകാരിച്ചെങ്കിൽ പോലും സ്നേഹത്തോടെ ആ അമ്മയാട് കുഞ്ഞാടിനെ ചേർത്ത് നിർത്തി. അതിലൂടെ താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് കുഞ്ഞാട് മനസ്സിലാക്കുന്നത്. അമ്മയുടെ ക്ഷമ പറഞ്ഞ് ഇനി ഒരിക്കലും അമ്മയെ ധിക്കരിക്കില്ല, ഇനി ഒരിക്കലും അമ്മയെ വിട്ട് ഒരിക്കലും പോവില്ല എന്ന് ആ കുഞ്ഞാട് അന്ന് ആ അമ്മയ്ക്ക് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെയാണ് യേശു കർത്താവ് സക്കായിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും സക്കായി സ്നേഹമുള്ള പൈതലായി മാറിയത്. അപ്പോൾ ദൈവം സ്നേഹം എന്നാണ് നമ്മുടെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ ആര് വസിക്കും മക്കളെ? ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വസിക്കും. സക്കായി യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വന്നതുപോലെ, സ്നേഹമുള്ള പൈതലായി തീർന്നതുപോലെ, കുഞ്ഞാട് അമ്മയിലേക്ക് ചെന്ന് ചേർന്നതുപോലെ നമുക്കും സ്നേഹമുള്ള മക്കളായിക്കൂടെ? അതോടൊപ്പം തന്നെ നമ്മുടെ പപ്പയെയും അമ്മയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ അയൽക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാം നമ്മോട് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹം പരത്തുന്ന അല്ലെങ്കിൽ സ്നേഹം അനേകർക്ക് നൽകുന്ന നല്ല പ്രകാശങ്ങളെ, നല്ല വെളിച്ചങ്ങളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെ, നമുക്ക് മനസ്സിലായില്ലേ, നാം ഓരോരുത്തരും സ്നേഹമുള്ള പൈതൽ ആയിരിക്കണം. നാം ആരും കാണില്ല എന്ന് കരുതി അധ്യാപകർ കാണില്ല, പപ്പയമ്മയും കാണില്ല, അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയും കാണില്ല എന്നൊക്കെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കുസൃതികൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ നാം മറച്ചു പിടിക്കുമ്പോൾ അവിടെ നമ്മളിൽ നഷ്ടമാവുന്ന നമ്മുടെ ഉള്ളിൽ നന്മയും സ്നേഹവും ഒക്കെയാണ്. നമ്മുടെ ഉള്ള ദൈവത്തെയാണ് നാം നഷ്ടമാകുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ നാം തിരിച്ച് യേശു കർത്താവിലേക്ക്, അല്ലെങ്കിൽ നാം ചെയ്ത തെറ്റിനെ അനുദപിച്ചുകൊണ്ട് അയ്യോ യേശുപത്തെ ഞാൻ അറിയാതൊരു തെറ്റ് ചെയ്തുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നാം യേശു കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതം വിജയപൂർണ്ണമായി തീരെ തന്നെ സ്നേഹം നൽകുന്നവരായി, അനേകർക്ക് സ്നേഹം നൽകുന്നവരായി, അനേകരെ ആശ്വസിപ്പിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ കഥകളെല്ലാം നമുക്ക് ഇന്ന് മക്കൾക്കെല്ലാം ഇഷ്ടമായില്ലേ? ശരി, നാം ഇന്ന് ഒരു കുഞ്ഞു മനപ്പാഠ വാക്യം കൂടെ പഠിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം. വേദപുസ്തകങ്ങളെല്ലാം വേഗം എടുത്ത് യോഹന്നാൻ 15-ാം അധ്യായം 12-ാം വാക്യം. ആ വാക്യം എന്നോടൊപ്പം പറയണം കേട്ടോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ശരി, എല്ലാവരും മനഃപ്പാഠമാക്കിയില്ലേ ഈ വാക്യം? നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, സ്നേഹം അനേകർക്ക് നൽകുന്നവരായി, എല്ലാവരെയും സ്നേഹിക്കുന്നവരാക്കി അഴിങ്ങളെ അങ്ങ് മാറ്റണമേ. അങ്ങയുടെ ദിവ്യ സ്നേഹത്തെ അഴിങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമേ കർത്താവെ. അനേകരെ സന്തോഷിപ്പിക്കാൻ, സ്നേഹിക്കാൻ, അനേകരെ സഹായിക്കാൻ അടിയങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. ശരി കൂട്ടുകാരെ, ആത്മാവിന്റെ ഫലമായ സ്നേഹം എന്ന ആ ഒരു നല്ല സ്വഭാവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചത്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ സ്നേഹം ഉണ്ടാകണം. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, നമ്മുടെ ഗുരുജനങ്ങളെ സ്നേഹിക്കണം, നമ്മുടെ സുഹൃത്തുക്കളെ നാം സ്നേഹിക്കണം. യേശു കർത്താവിന്റെ സ്നേഹത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും വളരണം. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയോടെ ക്ഷണിക്കുകയാണ്. തുടർന്നുള്ള സമയത്ത് നമുക്ക് ഒരു നല്ലൊരു ആക്ഷൻ സോങ് പഠിക്കാം. വളരെ നല്ല ഒരു ആക്ഷൻ സോങ് ആണ് തുടർന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. യേശുവിന്റെ പിന്നാലെ, സ്നേഹിതനായ യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് തീരാം. ഈ ആക്ഷൻ സോങ്ങിലൂടെ ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് ഇതിൽ പങ്കുചേരാം. യേശു നമ്മുടെ
ആക്ഷൻ സോങ് കളിച്ചു. ഒരിക്കൽ കൂടെ നമുക്ക് ഈ ആക്ഷൻ സോങ് ഒരുമിച്ച് കളിക്കാം. ഗെറ്റ് റെഡി, സ്റ്റാർട്ട്. ഹലോ കൂട്ടുകാരെ, ഹോം ബൈബിൾ സ്കൂളിന്റെ ഈ നല്ല ദിവസത്തിൽ നാം ആയിരിക്കുന്നു. ഈ പ്രത്യേക ദിവസം നമ്മുടെ ഈ ആക്ടിവിറ്റി സമയത്ത് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരു കൊച്ചു മജീഷ്യനാണ്. ഫെബിൻ തോമസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വന്ന് ചില മാജിക് ട്രിക്ക് നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് വളരെ സന്തോഷത്തോടെ ഫെബിനെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില ചെറിയ മാജിക്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ മൈൻഡ് റീഡിംഗ് എന്ന മാജിക്കാണ് ചെയ്യുന്നത്. ഈ മാജിക് ചെയ്യുന്നതിനായി എനിക്കൊരു സഹായിയുടെ ആവശ്യമാണ്. അതിന് ഞാൻ അച്ഛനെ ക്ഷണിക്കുന്നു. എന്റെ കയ്യിൽ കുറച്ച് കാർഡുകളുണ്ട് ഈ മാജിക് ചെയ്യുന്നതിനായി. ഈ കാർഡുകളിലെ ഒരു വശത്ത് നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ മറുവശത്ത് എഴുതിയിട്ടില്ല. ഈ കാർഡുകളെ ഞാൻ ഷഫിൾ ചെയ്യുകയാണ്. ഇനി അച്ഛന് ഇതിൽ നിന്നും ഒരു കാർഡ് എടുക്കാം. ഞാൻ ഈ കാർഡുകളെ ഒരിക്കൽ കൂടി ഷഫിൾ ചെയ്യുകയാണ്. ഇനി അച്ഛന് ഈ കാർഡ് ഇതിലേക്ക്. ഞാൻ ഈ കാർഡിനെ ഒരിക്കൽ കൂടി ഷഫിൾ ചെയ്യുകയാണ്. ഇനി ഞാൻ അച്ഛനെടുത്ത കാർഡിനെ കണ്ടെത്തും. വളരെ കറക്റ്റ് ആയിരിക്കുന്നു. 21. ഫെബിൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ മാജിക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കൈയടിക്കാം. ഈ മാജിക് ഒന്നുകൂടെ കാണിക്കാനായിട്ട് പറ്റുമോ ഫെബിൻ? എന്താ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ കാർഡുകളെ ഷഫിൾ ചെയ്യുകയാണ്. ഇനി
ഇനി അച്ഛന് നേരത്തെ പോലെ ഒരു കാർഡ് എടുക്കാം. ഞാൻ എടുക്കുകയാണ്. കാർഡ് എടുത്തു. ഇനി ഞാൻ ഒരിക്കൽ കൂടെ ഷഫിൾ ചെയ്യാം. ഇനി അച്ഛന് ആ കാർഡ് ഇവിടെ വയ്ക്കാം. ഇനി ആ കാർഡ് ഞാൻ ഒരിക്കൽ കൂടി ഷഫിൾ ചെയ്യുകയാണ്. ഇനി ഞാൻ അച്ഛനടുത്ത ആ കാർഡ് കണ്ടുപിടിക്കാം. വളരെ കറക്റ്റ് ആയിരിക്കുന്നു. വീണ്ടും മാജിക് സക്സസ്ഫുൾ ആയിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് ഫെബിൻ. ഞാനിനി അടുത്ത മാജിക്കിലേക്ക് കടക്കട്ടെ. ഈ മാജിക് ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ കുറച്ച് കോയിൻ വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇതിൽ നിന്ന് ഒരു കോയിൻ എടുത്ത് കയ്യിൽ ഇങ്ങനെ മറച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് അതേപോലെ വെച്ചിട്ട് അതിന്റെ എല്ലാ ഓർഡറും മാറ്റണം. അത്രയും നേരം പിടിക്കുന്ന സമയം ഞാൻ പറയും. ഞാൻ കയ്യിലെടുത്തു. ഫെബിൻ പറഞ്ഞതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ആ കോയിൻ ഞാനിങ്ങനെ മനസ്സിൽ കയ്യിൽ പിടിച്ചു. കയ്യിൽ വെച്ചിട്ട് ആ കോയിൻ ഏതാണെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ചിന്തിച്ചോ? ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ കോയിൻ തിരിച്ചു വെച്ചിട്ട് അതിന്റെ ഓർഡർ എല്ലാം തിരിച്ചു വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് കാണുന്നവർക്കൊന്ന് ആ കോയിൻ ഏതാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ തിരിച്ച് ഈ സ്റ്റൂളിലോട്ട് ഈ കോയിൻ വെച്ചിട്ട് അതിനെ ഷഫിൾ ചെയ്യുകയാണ്. ഷഫിൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരികെ തിരിച്ചു. ഇനി അച്ഛടുത്ത കോയിൻ ഞാൻ കണ്ടുപിടിച്ചു. ഈ കോയിനാണ് എത്ര രൂപയുടെ കോയിനാണ്? 2 രൂപയുടെ കോയിനാണ് എടുത്തത്. വളരെ കറക്റ്റ് ആയിട്ട് ഫെബിൻ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈയടിക്കാം. കൺഗ്രാജുലേഷൻസ് ഫെബിൻ. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ മാജിക്കിലേക്ക് ഞാൻ കടക്കട്ടെ. ഇതിനായി എനിക്കൊരു ഹാറ്റിന്റെ ആവശ്യമാണ്. അതിന് ഞാൻ എന്റെ തലയിൽ ഇരിക്കുന്ന ഹാറ്റ് എടുക്കുകയാണ്. എനിക്കിവിടെ ഒരു വന്നിട്ടുണ്ട്. ഈ ഹാറ്റിന്റെ അതൊന്നുമില്ല, കണ്ടോ? ഞാൻ നന്നായിട്ട് കുടയുകയാണ്. ഒന്നുമില്ല. ഞാൻ ഇതിന്റെ അകത്ത് ഈ 1 രൂപ ഇട്ടിടുകയാണ്. കണ്ടോ? ആ 1 രൂപ തൊട്ടിനെ ഞാനൊരു ബലൂൺ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരിക്കൽ ഇങ്ങനെ കുടയുകയാണ്. എന്റെ മാജിക് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മനപ്പാഠം നമ്മെ പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടി മിക്കി എന്ന കൂട്ടുകാരൻ നമ്മോട് കൂടെ ഉണ്ട്. മിക്കി ഈ സമയത്ത് നമ്മെ ആ വാക്യം പഠിപ്പിക്കുന്നതാണ്. നമുക്കെല്ലാം മിക്കിയോട് ചേർന്ന് ആ വചനം പഠിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തില് അത്യാഗ്രഹവും അതിമോഹവും ആപത്താണ്. അത് സൂചിപ്പിക്കുന്ന ഒരു കഥ നമുക്ക് കേൾക്കാം. ഈ കഥയുമായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നത് അശ്വിത.
അതിമോഹം കാട്ടി അപകടത്തിൽപ്പെട്ട ഒരു രാജാവിന്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. എന്റെ കഥയുടെ പേര് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. എന്റെ ഈ കൊച്ചു കഥ ബൈബിളിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പണ്ട് വളരെ പണ്ട് ഇസ്രായേലിൽ ആഹാബ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിനടുത്ത് നാബോത്തിന് മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ മുന്തിരിത്തോട്ടം കണ്ട ആഹാബ് രാജാവിന് അത് സ്വന്തമാക്കണമെന്നൊരു മോഹം തോന്നി. രാജാവ് നാബോത്തിനോട് ചോദിച്ചു, നാബോത്തെ, നിന്റെ ഈ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം. അതിനു പകരം അതിനേക്കാൾ വിശേഷമായ മറ്റൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് നൽകാം, അല്ലെങ്കിൽ അതിന്റെ വില നാം പണമായി നൽകാം. ഇതു കേട്ട നാബോത്ത് വല്ലാതെ വിഷമിച്ചു. നാബോത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഇതു കേട്ട ആഹാബ് രാജാവ് ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിൽ മുഖം തിരിച്ചു കിടന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇസബേൽ രാജ്ഞി മുന്തിരിത്തോട്ടം കൈക്കലാക്കുവാൻ ഒരു സൂത്രം ഉപയോഗിച്ചു. രാജാവിന്റെ പേര് വെച്ച് ഒരു കത്തെഴുതി അതിൽ രാജാവിന്റെ മുദ്ര കുത്തി പട്ടണത്തിലെ പ്രമാണികൾക്കും മൂപ്പന്മാർക്കും അയച്ചു കൊടുത്തു. കത്തിൽ എന്താണ് എഴുതിയതെന്ന് അറിയാമോ? നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തണം. ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലത്ത് നാബോത്തിനെ നിങ്ങൾ ഇരുത്തേണം. എന്നിട്ട് നീചന്മാരായ 2 പേരെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചുവെന്ന് അവന് വിരോധമായി കള്ള സാക്ഷി പറയണം. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലവന് കൊല്ലണം. കത്തിൽ എഴുതുന്നത് പോലെ തന്നെ സംഭവിച്ചു. 2 പേർ നാബോത്തിനെതിരെ കള്ള സാക്ഷി പറഞ്ഞു. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലവന് കൊന്നു. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നാക്കി കുടിച്ചു. നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ ഇസബേൽ രാജ്ഞി ആഹാബ് രാജാവിനോട് പറഞ്ഞു, നാബോത്ത് മരിച്ചുപോയി, ഇനി ആ മുന്തിരിത്തോട്ടം രാജാവിന് സ്വന്തമാക്കാം. ഇതു കേട്ട ആഹാബ് രാജാവ് കുളിച്ചൊരുങ്ങി മുന്തിരിത്തോട്ടം കൈക്കലാക്കുവാൻ പുറപ്പെട്ടു. ഈ സമയം യഹോവയുടെ അരുളപ്പാടിൻ പ്രകാരം ഏലിയാ പ്രവാചകൻ ആഹാബ് രാജാവിന് എതിരേറ്റ് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ആഹാബേ, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തോ എന്ന് യഹോവ ചോദിക്കുന്നു. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. ഇസ്രായേലിന്റെ മതിലിന്മേൽ വെച്ച് നായ്ക്കൾ തിന്നുകളയും. നിന്റെ സന്തതികളെല്ലാം യഹോവ നശിപ്പിക്കും. ഏലിയാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആഹാബ് ഗ്രഹവും നശിച്ചു പോയി. തനിക്കും തന്റെ സന്തതിക്കും നാശം വരുത്തി വെച്ച ആഹാബ് രാജാവിന്റെ കഥ മനസ്സിലായോ കൂട്ടുകാരെ? ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലാവുന്നത്? അത്യാഗ്രഹം പാടില്ല, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത്. എന്റെ ഈ കൊച്ചു കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. ഇന്ന് നമ്മൾ ഞാൻ സ്നേഹമുള്ള പൈതൽ എന്ന വിഷയമാണ് പഠിച്ചത്. ആ കഥ നമുക്കൊന്നുകൂടെ ഒന്ന് ഓർമ്മിക്കാമോ? യേശുവിനെ കാണുന്നതിന് മുൻപ് സക്കായി സ്നേഹമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശു സക്കായിയെ കണ്ടപ്പോൾ സക്കായിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. സക്കായി എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയായി മാറി. സക്കായി അനർഹമായിട്ട് നേടിയിരുന്നതെല്ലാം മറ്റുള്ളവർക്കായിട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെ സക്കായി സ്നേഹമുള്ള ഒരു പൈതലായിട്ട് മാറി. മാത്രമല്ല, സക്കായിയെ യേശു കാണുന്നതിന് മുൻപ് സക്കായി ആർക്കും ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ സക്കായി യേശുവിനെ കാണുകയും യേശു സക്കായിയെ കാണുകയും ചെയ്തപ്പോൾ സക്കായിയെയും മറ്റുള്ളവരെല്ലാം സ്നേഹിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കും യേശുവിനെ കാണാം. അങ്ങനെ നാം സ്നേഹത്തിന്റെ പൈതലായിട്ട് നമുക്ക് മാറാം. അതിലേക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുങ്ങുക. എല്ലാവരെയും ആ ഒരു ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസം ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമാണ് എന്ന് വർണ്ണിക്കുന്ന ഒരു ആക്ഷൻ സോങ് കൂടെ നമുക്ക് പഠിക്കാം. കാൽവരി കുരിശിലാണ് ദൈവം തന്റെ പുത്രനിലൂടെ
തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമാണ് എന്ന ഒരു ഗാനത്തിന്റെ വരികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എന്നോട് ചേർന്ന് പറയുക. ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ എന്ന് പറഞ്ഞേ. ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ. ഓ വണ്ടർഫുൾ ലവ്. എത്ര മനോഹരമായ, എത്ര അതിശയകരമായ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. സോ ഹൈ, അതെത്ര ഉയരത്തിലുള്ളതാണ്. സോ യു കാൺ ഗെറ്റ് ഓവർ ഇറ്റ്. അതിനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയില്ല. ഓ വണ്ടർഫുൾ ലവ്. സോ ഡീപ് യു കാൺ ഗെറ്റ് അണ്ടർ ഇറ്റ്. എത്ര ആഴമുള്ളതാണ്, അതിന്റെ ആഴം എത്ര വലുതാണ്. ഓ വണ്ടർഫുൾ ലവ്. സോ വൈഡ്, എത്ര വിശാലമാണ്. യു കാൺ ഗെറ്റ് അറൌണ്ട് ഇറ്റ്. അതിനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയില്ല. ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ. ഓ വണ്ടർഫുൾ ലവ്. ദൈവത്തിന്റെ സ്നേഹം അത് വളരെ ഉയരത്തിലുള്ളതാണ്, വളരെ ആഴത്തിലുള്ളതാണ്, വളരെ വിശാലമാണ്. നമ്മളെല്ലാവരും ആ സ്നേഹത്തിന്റെ ഉള്ളിലാണ് കൂട്ടുകാരെ. നമുക്ക് നല്ല ആ ഒരു ആക്ഷൻ സോങ് നമുക്ക് പഠിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ചെയ്യാം. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Let us sing it again for all that He has given us. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. ഈ ആക്ഷൻ സോങ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുകൂടെ കളിക്കാം. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Let us sing it again for all that He has given us. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh,
ആക്ഷൻ സോങ് നമുക്കൊന്നുകൂടെ അത് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 2 ആക്ഷൻ സോങ് നമുക്ക് ഒരുമിച്ച് കളിക്കാം. സ്കൂളിന്റെ വിജയം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തി. ഈ ദിവസം മുതൽ നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ 8 മണിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുക. ഈ ഹോം ബൈബിൾ സ്കൂളിനെ ഓർമ്മിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ഈ ദിവസം രാത്രിയിൽ കൊറോണ വൈറസ് ബാധിതരായി ലോകമെമ്പാടും കഴിയുന്ന എല്ലാ രോഗികളുടെയും സൗഖ്യത്തിനായി നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രോഗഭീതിയിലായിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തിലും അനേകം പേര് ആ ഒരു ഭീതിയിലായിരിക്കുന്നു. അവരെല്ലാം അതിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥകളിൽ മറ്റ് രോഗബാധിതരായിട്ടൊക്കെ നമ്മുടെ അറിവിൽപ്പെട്ട് കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ സൗഖ്യമാക്കുന്ന സാന്നിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വാർദ്ധക്യത്തിനായിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ അവരുടെ ആശ്വാസത്തിനായി സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങൾ പ്രത്യേകമായി ഓർമ്മിച്ചുകൊണ്ട്
നമ്മുടെ ഹോം ബൈബിൾ സ്കൂളിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഈ ദിവസം രാത്രിയിൽ 8 മണിക്ക് എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാം ദിവസത്തെ ഹോം ബൈബിൾ സ്കൂള് ഇത്രയും മനോഹരമായി പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിനുള്ള സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കുചേരുന്ന കഴക്കൂട്ടം ഡിസ്ട്രിക്റ്റിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെയും വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കുചേരുക. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് സ്നേഹവാനായ യേശു കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ സ്നേഹമുള്ള പൈതലാണ്. ഐ എം എ ലവിംഗ് ചൈൽഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ആ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ സ്നേഹനിധിയായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പൈതങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അവിടെ ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകത്തിൽ പല പ്രയാസങ്ങളും വേദനകളും പകർച്ചവ്യാധികളുടെ അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമേ, അതിനുള്ള വിടുതലും ആശ്വാസവും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഹോം ബൈബിൾ സ്കൂളിന്റെ രണ്ടാമത്തെ ദിവസം ഇത്രയും അനുഗ്രഹപ്രദമായി പൂർത്തീകരിപ്പാൻ അവിടെ ഒരു അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പഠിച്ച കഥകളും പാട്ടുകളും വചനധ്യാനവും എല്ലാം എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നന്മയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും നൽകണമേ. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകളെയും ശുശ്രൂഷകളെയും എല്ലാ കുഞ്ഞുങ്ങളെയും അവിടെ അനുഗ്രഹിക്കണമേ. കർത്താവ്, കൊറോണ വൈറസിന്റെ ബാധയുടെ ഭീതിയിൽ നിന്നും അവിടെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാൻ ഉള്ള കൃപ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.